ഹലോ എവ്രി വൺ, ഒരു ഈസി ചിക്കൻ ബിരിയാണി റെസിപ്പി നോക്കിയാലോ നമുക്ക്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ഗീ, കോക്കനട്ട് ഓയിൽ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, തൈര്, ഉപ്പ്, മല്ലിയില, പുതിനയില, ഗാർണിഷ് ചെയ്യാൻ അണ്ടിപ്പരിപ്പും മുന്തിരി, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ഗീ റൈസ്. ഇനി ഒരു പാൻ വെക്കുക. പാനിലേക്ക് കൂടുതൽ കോക്കനട്ട് ഓയിലും കുറവ് ഗീയും ആഡ് ചെയ്യുക. അത് രണ്ടും നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച് ഉള്ളി ആഡ് ചെയ്യുക. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ മുറിച്ച് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു നിറത്തിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇടാവുന്നതാണ്. ബാക്കിയുള്ള ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചേർക്കാം. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നുറപ്പ് വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അധികം പുളിയില്ലാത്ത നല്ല കട്ടി തൈരാണ് ഒഴിക്കേണ്ടത്. ഞാൻ ഒഴിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല പുളിയുള്ള തൈരാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാവുന്നതാണ്. കാരണം തക്കാളിയിലും നല്ല പുളി ഉണ്ടാകും. ഈ തൈരിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ ആഡ് ചെയ്യുന്ന ചിക്കൻ ഏകദേശം 1.5 കിലോളം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിലെല്ലാം എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മറ്റ് വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു 20 to 25 മിനിറ്റ്സ് പാത്രം അടച്ച് വെക്കുക. അടച്ച് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒരു 5 മിനിറ്റ്സും കൂടെ അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മളുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് മസാലയിലൊക്കെ മിക്സായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇനി ഈ സമയത്ത് നമുക്ക് ഫൈനലായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം, മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട്. അങ്ങനെ സിമ്പിളായിട്ടുള്ള മസാല ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ഗീ റൈസ് ഓൾറെഡി ആക്കി വെച്ചതുണ്ട്. അതും ഈ മസാലയും കൂടെ ലെയർ ചെയ്ത് കൊടുക്കാം. ഒരു ലെയർ ഗീ റൈസും അതിൻ്റെ മുകളിൽ മസാല വിത്ത് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ദം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു പാനിൽ ലെയറിങ് ചെയ്തിട്ട് അത് വളരെ ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 1/2 മണിക്കൂർ. ഞാനിവിടെ ദം ചെയ്യുന്നില്ല, പകരം ഗാർണിഷ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.